ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സി തയ്യാറാക്കിയാലോ. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ലസ്സി തയ്യാറാക്കാനായിട്ട് 2 മാങ്ങയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 2 മാങ്ങയാണ് എടുത്തത്. ഏത് പഴുത്ത മാങ്ങ വേണമെങ്കിലും ഇത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തൈരാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഐസ് ക്യൂബും, പിന്നെ അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ഏറ്റവും വലിയ ജാറിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴുത്ത മാങ്ങ നമുക്കിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് തൈരാണ് ചേർക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് ചേർക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. ഇതിപ്പോൾ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. വളരെ എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒന്നാണിത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് കട്ട് ചെയ്ത കാഷ്യൂ നട്ട്സും ബദാമും കൂടെ ചേർത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ലസ്സിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്